തമ്പുരാട്ടിയെ അവിടെ മലമുകളിൽ കളിക്കുന്നതുണ്ടായിരുന്നു. കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടി ഉണ്ടായിരുന്നു. അപ്പോഴായ അമ്മക്ക് തന്റെ കുഞ്ഞിനെ ഭൂതം പിടിച്ച സത്യം കുഞ്ഞെട്ടലോടെ അമ്മ അറിഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ മലമുകളിലേക്ക് ഓടിപ്പോയി. ഭൂതമേ, എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ. ഹേ ഭൂതമേ, എന്റെ ഉണ്ണിയെ എത്രയും വേണം തന്നെ തിരിച്ചു തരൂ. ഉണ്ണിയുടെ അമ്മയായി വന്നിരുന്ന ഭൂതം പേമലയായും ചുള്ളക്കാറ്റായും അവനെ തിരിച്ചേക്കാൻ നോക്കി. പക്ഷെ അവൻ ഒരടി പോലും പിന്നോട്ടേക്ക് പോയില്ല. ഒരുപാട് സ്വർണ്ണനാണയങ്ങൾ വെച്ച് നീട്ടി. അതൊക്കെ കണ്ടവർക്ക് ദേഷ്യമടക്കാനായില്ല. അവർ തന്നെ രണ്ട് കണ്ണുകളും പറിച്ചെടുത്ത് ഭൂതത്തിൽ സമർപ്പിച്ചു. ഭൂതമേ, എനിക്കെന്റെ രണ്ട് കണ്ണുകളെയും കാട്ടും വലുത് എന്റെ ഉണ്ണിയാണ്. എന്റെ ഉണ്ണിയെ തിരിച്ചു തരൂ ഭൂതമേ. എന്റെ ഉണ്ണിയെ ഇത്രയും വേണം എന്നെ തിരിച്ചില്ലായിരുന്നു. അപ്പോൾ ഭൂതത്തിനൊരു കുടി തോന്നി. ഞങ്ങൾക്ക് രണ്ട് കണ്ണുകളുമില്ലല്ലോ, അപ്പോൾ ഒരു ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്താൽ പോരെ. ഭൂതം ഇത്രയും വേണമെന്നൊരു മരത്തിന്റെ കൊണ്ട് പറിച്ചെടുത്ത് മന്ത്രം ചൊല്ലി പിന്നെ ഉണ്ണിയെ ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ ഉണ്ണിയെ വാലെടുത്ത് കെട്ടിപ്പിടിച്ചു. അപ്പോൾ തനിക്ക് മനസ്സിലായി അത് തന്റെ ഉണ്ണിയല്ലെന്ന്. ഞങ്ങൾ ഉണ്ണിയിലെടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഭൂതത്തിന്റെ അടുത്ത് പറഞ്ഞു, പെറ്റ വയറിനെ പറ്റിക്കുന്നോടാ ഭൂതമേ, ഞാൻ നിന്നെ ശപിക്കുന്നു. ഒരമ്മയുടെ ശാപം തനിക്ക് നല്ലതല്ലെന്നറിഞ്ഞ ഭൂതം ഞങ്ങളുടെ രണ്ട് കണ്ണുകളും തന്റെ ഉണ്ണിയും തിരിച്ചു നൽകി. ഉണ്ണി പോകുന്നതിന്റെ സങ്കടം ഭൂതത്തിന്റെ കണ്ണിൽ കണ്ട് ഞങ്ങൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസം നീ എന്റെ ഉണ്ണിയെ കാണാൻ വന്നോളൂ. കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ അമ്മമാർ നമ്മളെ അടിക്കും, വഴക്ക് പറയും. അതൊക്കെ നമ്മുടെ നല്ലത്